ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷെഫ് യാസി. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഉസ്ബെക്ക് റൈസ് ആണ്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ മസാല സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഏലക്കായി, മണിക്കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം പൊടിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് പശു നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീഫ് അല്ലെങ്കിൽ മട്ടൺ ആയിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫിന്റെ വാരിയലിന്റെ പീസ് എടുത്തിട്ടുള്ളത്. വാരിയലിന്റെ അടിഭാഗത്തുണ്ടാകുന്ന ഇറച്ചി എടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുത്താട്ടോ. നമ്മളെ ബീഫിന്റെ പീസ് കുക്കറിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എനിക്കിത് ചെറിയ കുക്കർ ആയതുകൊണ്ട് 2 ടൈമായിട്ട് ഞാൻ മാറ്റി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് അത് ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മുകളിൽ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് വെച്ച മസാല ഇല്ലേ, ആ മസാല ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 90% വേവുന്ന വരെ എന്ത് ചെയ്യുക, കുക്കറിൽ വിസിലടിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, ഉണക്കമുന്തിരി, ബദാം, ഈത്തപ്പഴം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ കാബൂളി കടലയും പിന്നെ സുക്കിനി എന്ന് പറഞ്ഞിട്ടുള്ള പച്ചക്കറി ഉണ്ട്, നിങ്ങൾക്ക് അറിയാതിരിക്കുന്നു വിചാരിക്കുന്നു. അത് ശരിക്കും ഇട്ട് കൊടുക്കണം. ഈ കാബൂളി കടല ഇതിന്റെ മെയിൻ ആയിട്ട് കേട്ടോ. എന്റെ അടുത്ത് ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇത് രണ്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരൊറ്റ വിസിലടിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ അരിന്റെ അളവ് വരുന്ന എങ്ങനെയാ വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോ അരമണിക്കൂറെങ്കിലും ഇതെന്താണോ കുതിർത്താൻ വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മളെ അരിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കർ മൂടി വെക്കുക. ഒരു വിസിൽ അടിച്ചാല് നമ്മളെ റൈസ് റെഡി. ഒരു വിസിൽ അടിച്ചിട്ട് കുറച്ചു നേരം അവിടെ നിന്നോട്ടെ, തുറക്കണ്ട. തീയൽ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചാല് നമ്മളെ ഉസ്ബെക്ക് റൈസ് റെഡിയായി. ഇനി അത് തുറന്നിട്ട് നിങ്ങൾ അതൊന്ന് എടുത്ത് കഴിച്ചു നോക്ക്. കിടിലൻ സാധനമായി കേട്ടോ. നിങ്ങള് മന്തി, മധുഹൂദ് അങ്ങനെ പല വെറൈറ്റീസ് കഴിച്ചിട്ടുണ്ടാവും. ഇത് അടിപൊളി സാധനം. മൈൽഡ് ഫ്ലേവർ ആണ് സാധനം. പക്ഷെ ശരിക്കും മീറ്റിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ബൈ.